ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ RIP ഗെയിമിംഗ് 7. സോ ഗൈസ്, നമ്മൾ പിന്നെ നമ്മുടെ കിടക്കം പോലത്തെ ഒരു ഇന്ത്യൻ ബൈക്ക് റൈഡറുടെ വീഡിയോ ഇട്ട് വന്നേക്കാണ്. സോ ഗൈസ്, നമ്മുടെ വീഡിയോയിട്ട് കിടക്കുന്നതിന് മുന്നേ എനിക്ക് ചെറിയ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ട് ഗൈസ് കുറേ നാളായി, ഒരു രണ്ട് മാസമൊക്കെ ആയിട്ടുണ്ട് ഗൈസ് നമ്മൾ ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്കൂൾ തുറന്നു, സമയം കിട്ടണില്ല ആക്ച്വലി. അതാണ് മെയിൻ പ്രശ്നം, നമുക്ക് വീഡിയോ ഇടാൻ പറ്റാത്തതിൻ്റെ. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മുടെ സമയമാണ് മെയിൻ പ്രശ്നം. രാവിലെ സ്കൂളിൽ പോവുക, പിന്നെ തിരിച്ചിങ്ങോട്ട് തന്നെ വീട്ടിലേക്ക് വരിക, അങ്ങനെയൊക്കെ വലിയ പ്രശ്നമൊക്കെയാണ് കേട്ടോ. പിന്നെ കഴിച്ച് നമുക്കിപ്പോൾ വെക്കേഷൻ ആയിട്ടുണ്ട്, എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വെക്കേഷൻ ആയിട്ട് അപ്പോൾ നമ്മളെ കൊണ്ട് പരമാവധി എത്രത്തോളം വീഡിയോ ഇടാൻ പറ്റും അത്രത്തോളം നമ്മൾ വീഡിയോ ഇടുന്നുണ്ട്. ചിലപ്പോൾ ഒരു ദിവസം 2 വീഡിയോ ഒക്കെ വന്നു വരും. അപ്പോൾ കാണാൻ പറ്റുന്ന ഒരു ദൈവം ഒന്ന് കാണുക. പിന്നെ ഗൈസ്, ചാനൽ കാണുന്ന മിക്ക കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമ്മൾ റോഡ് ടു 300 സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ. നമ്മളിപ്പോൾ 263 സബ്സ്ക്രൈബേഴ്സിലാണ് ലിറ്ററലി നമ്മുടെ ഉള്ളത്. ഇനി കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടി നമുക്ക് മതി, ഇനി ഒരു 300 അടിക്കാൻ വേണ്ടി. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ലാസ്റ്റ് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഗൈസ്, ഓർമ്മയുണ്ടാവുമോ? അതായത് നമ്മുടെ പഴയ വീടിൻ്റെ ബാക്കിൽ ഷിൻചാനും മിൻചാനും കൂടിയിട്ട് ഒരു സീക്രട്ട് ഡോറ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ലംബോഗിനി ചെയ്യാനും പിന്നെ കോബ്ര ബൈക്കും പിന്നെ കുറേ ക്യാഷും ഡയമണ്ട്സും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ള ലംബോഗിനി ചെയ്യാൻ വിറ്റു. പക്ഷെ നമ്മുടെ കോബ്ര ബൈക്ക് ഓടിയിട്ടുണ്ട് കേട്ടോ. കോബ്ര ബൈക്ക് ഇതേ ഇപ്പുറത്തിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വിറ്റ പൈസ കൊണ്ട് ഞാൻ ഗൈസ് ഒരു ബൈക്കും കൂടി മേടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ KTM ഇതാണ്ട് KTMൻ്റെ 1190 ആണ് കേട്ടോ നമ്മൾ മേടിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി എന്ന് പറയുന്നത്. പിന്നെ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഗൈസ് 2 പേര് മിസ്സിങ് ആണ്. അത് നമ്മൾ ഷിൻചാനും മിൻചാനും. അവർ ഗൈസ് നാട്ടിൽ പോയേക്കാണ് കേട്ടോ. എക്സാമാന്ന് പറഞ്ഞിട്ട് അവർ അങ്ങോട്ട് പോയി. എന്തായാലും നാളെ മറ്റന്നാളും അങ്ങനെയായിട്ട് അവർ വരും. ഓക്കെ, അപ്പോൾ എന്തായാലും ഓണത്തിന് അവരുണ്ടാവും കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ആക്ച്വലി സിറ്റിയിൽ വന്നിട്ട് കുറച്ച് നാളായി. അപ്പോൾ നമുക്ക് എന്തായാലും സിറ്റി ഒന്ന് കറങ്ങിയിട്ട് വരാം കേട്ടോ, എന്തൊക്കെ പുതിയത് വന്നേക്കണേന്ന്. ഓക്കെ, നമ്മൾ സുമേഷ് ചേട്ടനെ കണ്ടിട്ട് കുറേ നാളായിട്ട് ആക്ച്വലി. പക്ഷേ പുള്ളി ഇടയ്ക്ക് സിറ്റിയിൽ ഉണ്ടാവാറുള്ളൂ. പുള്ളി ഇടയ്ക്ക് വേറെ എങ്ങോട്ടൊക്കെയാണ് പോകും. നമുക്ക് എന്തായാലും നമ്മുടെ പുതിയ ബൈക്കൊന്നും എടുത്ത് കറങ്ങിയിട്ട് വരാം. ഈ ബൈക്കെടുത്ത് ഞാനൊന്നും കറങ്ങിയിട്ടില്ല കേട്ടോ. നല്ല സ്പീഡുണ്ട് കേട്ടോ ഈ ബൈക്കിനെ കണ്ട, നല്ല സ്പീഡുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കറങ്ങിയിട്ടൊക്കെ ഒന്ന് വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സിറ്റിയൊക്കെ ഒന്ന് കറങ്ങി നോക്കാം. നമ്മൾ കൺസ്ട്രക്ഷൻ സൈറ്റൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെ ആക്സിഡൻറ്റ് പറ്റിയിട്ട് അയ്യോ ഓടിച്ചു തേങ്ങ ഗൈസ്. അവിടെ ആക്സിഡൻ്റൊക്കെ പറ്റി കിടക്കണം കേട്ടോ. എന്തൊക്കെ പറ്റിയ ഗൈസ്? ഇതേ ഒരു KTM അവിടെ പോയി കിടക്കണു. ഈ ഓടിക്കാരൻ ഗൈസ് അവിടെ കൊന്നു. നീ വെട്ടു. ഓക്കെ, നമുക്കെന്തായാലും ഇടപെടണ്ട ഗൈസ്, നമുക്കെന്താ തിരിക്കാം. ഷോറൂമിൽ ഇതിൽ വണ്ടികളുണ്ടല്ലോ ഇവിടെ. കൊള്ളാലോ, വണ്ടികളുണ്ട് ഗൈസ് ഈ ഷോറൂമിൽ. മിനിറ്റ് കേട്ടാ, നമുക്ക് ബൈക്ക് ഇവിടെ നിർത്തിയിട്ട് ഇറങ്ങാം. നമുക്ക് ഷോറൂമിൽ വണ്ടി ഉണ്ട് ഗൈസ്. നടുക്ക് കിടക്കണേ ബുഗാട്ടി അല്ലത് ഗൈസ്. ഇതാ ബുഗാട്ടിയുടെ പുതിയ മോഡൽ ടെർബിലിയാണ്. അതങ്ങണ്ടല്ലേ, അങ്ങനെ എന്തല്ലേ എൻ്റെ പേര്? അതാണോ ഇനി വേറെ വല്ലതാണോ? ഇത് ഏതാണോ ബുഗാട്ടിയുടെ മോഡൽ? ബുഗാട്ടി ടെർബിലിയാണെന്ന് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല ആക്ച്വലി. അല്ല ഗൈസ്, അതല്ല, ഇത് വേറെ ഏതൊരു മോഡലാണ് കേട്ടോ. ഓക്കെ, ഇത് ഏതാണോ പറഞ്ഞ പോലെ മോഡല്. ഇവിടെ ഒരു ലംബോഗിനി ഹുറാക്കാൻ കിടക്കുന്നുണ്ട്. ഇപ്പുറത്താണെങ്കിൽ നമ്മുടെ മസ്താങ് കിടക്കുന്നുണ്ട് കേട്ടോ. ഷെൽബിയാണോ മസ്താങ് ആണോ? അത് നമ്മുടെ മസ്താങ് ആണ് കേട്ടോ, ഷെൽബി അല്ല. ഓക്കെ, നമ്മുടെ മസ്താങ് GT കിടക്കുന്നുണ്ട്. നമുക്ക് ചോടാ, അത് ഈ സാധനം ആക്ച്വലി വേൾഡിൽ കുറച്ചെണ്ണം ഉള്ളൂ. ഇത് ഇങ്ങനെയാണ് നമ്മുടെ ഈ സിറ്റിയിൽ വന്നേക്കണ ഗൈസ്. ഇനി ഇൻറ്റീരിയറൊക്കെ നോക്കിയ ഗൈസ്, ഇനി ഇൻറ്റീരിയറൊക്കെ ഉണ്ടോ സെറ്റ് കിട്ടാ. ഈ വണ്ടി ഒന്ന് വാങ്ങണം എന്നുണ്ട്. നമ്മുടെ കുറേ പൈസ ഉണ്ട്. എനിക്ക് വണ്ടി ഒന്ന് മേടിക്കണം ഗൈസ്. ഇതിൻ്റെ ആളെവിടെയാണാവോ? എന്താ വേണ്ട? വണ്ടി മേടിക്കാനാണോ? വണ്ടി മേടിക്കാനാ. എനിക്ക് ഈ വണ്ടി മേടിക്കണേ, ബുഗാട്ടി. അതിനെത്രയാ? ബുഗാട്ടിയാ? അതെന്താ ബുഗാട്ടി ഒന്നും മേടിക്കാൻ പറ്റില്ല. അതെന്താ ബുഗാട്ടി മേടിക്കാൻ പറ്റാത്ത? അതെന്താ മേടിക്കാൻ പറ്റാത്തതെന്ന്? അല്ല, ഇത് വിൽക്കാൻ വെച്ചേക്കുന്നല്ലോ, പിന്നെ എന്തിനാ ഭംഗിക്ക് വെച്ചേക്കെന്താ? അതല്ല, നിങ്ങളെ പോലെയുള്ള ആൾക്കാർക്കൊന്നും ഇത് മേടിക്കാൻ പറ്റില്ല. ഇതേ പൈസക്കാർക്കേ മേടിക്കാൻ പറ്റുള്ളൂ. എൻ്റെ കയ്യിൽ പൈസയൊക്കെ ഉണ്ട്, അതിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ട്. ഞാൻ വേണമെങ്കിൽ മേടിച്ചോളാം. ഈ വണ്ടിക്ക് എത്ര രൂപ? ഈ വണ്ടിക്ക് ഒരു 300 കോടിയാ? എന്തേ കണ്ണു തള്ളിയ? 300 കോടി ഇല്ലുള്ളൂ, അത് കുഴപ്പമില്ല. ആ വണ്ടി ഞാൻ മേടിച്ചോളാം. ഇറങ്ങിപ്പോയി ഇവിടുന്ന്, ഇറങ്ങിപ്പോടുന്ന്. ഞാൻ എന്തിനാ ഇറങ്ങിപ്പോണേ? കണ്ണി കണ്ട വൃത്തിയായിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നേക്ക. ഞാൻ ബൈക്കുമ്പോഴേക്കും വന്നേക്കണേ കണ്ട. ഇവിടുന്ന് അടിച്ചു മാറ്റി ബൈക്കാ. താമേക്ക് ഇറങ്ങിപ്പോ. ഞാൻ പൊക്കോളാം. ഞാൻ പൊക്കോളാം. ഞാൻ പൊക്കോളാം.
പോലീസുകാരെ വിളിക്കും. പോലീസിനൊന്നും വിളിക്കണം, ഞാൻ പോവാ ബൈക്കിൽ കയറി ഞാൻ പോവാ. വേഗം വിട്ടാ കേട്ടാ. ആ ശരി ഗൈസ്. അത് എന്തിനാണോ നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞത്, നമ്മൾ ആ വണ്ടി മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആക്ച്വലി നമ്മളവിടെ നിന്ന് വന്നത്. പക്ഷേ ആ ചേച്ചി എന്തിനാണോ നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞത്? നമ്മൾ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ടാണോ? പക്ഷെ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ നോർമലല്ലേ ഗൈസ്? എന്തൊട്ടാണോ ഗൈസ് പ്രശ്നം? നമുക്കെന്തായാലും നമ്മുടെ വീട്ടിലേക്ക് പോകാട്ടോ എന്തായാലും. ഓഫ്, ഞാൻ ഇനി ഗൈസ് ആ വണ്ടി മേടിച്ചിട്ടുള്ളൂ ബാക്കി കാര്യം. നിങ്ങൾ ഇനി മേടിക്കണ്ട ഗൈസ്. അയ്യോ ഇടിച്ച് അത് കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കാം. ഓക്കെ ഗൈസ്, ഞാൻ ഇനി ആ വണ്ടി മേടിക്കല്ലേ ഗൈസ്, അടിച്ചു മാറ്റാൻ പോകാം വണ്ടി. ആ 3 ഗൈസ് ഞാനൊന്ന് അടിച്ചു മാറ്റും. ഗൈസ് അപ്പോൾ നമ്മൾ എന്തായാലും വണ്ടി അടിച്ചു മാറ്റിയിരിക്കും. ആ 3 നമ്മുടെ ആ പഴയ സ്വഭാവം എടുക്കണ്ട, നമുക്ക് മര്യാദയ്ക്ക് പൈസ കൊടുത്ത് മേടിക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ ഈ വണ്ടി പൈസ കൊടുത്താണ് മേടിച്ചത്. അത് ഞാൻ മര്യാദയ്ക്ക് പൈസ കൊടുത്ത് മേടിക്കാമെന്ന് വിചാരിച്ചത്. അതിന് സമ്മതിക്കില്ല എന്ന് വെച്ചാൽ ഗൈസ് നമ്മളെന്തായാലും വണ്ടി അടിച്ചു മാറ്റിയിട്ട് തന്നെ ബാക്കി കാര്യം. അപ്പോൾ ഗൈസ് എന്തായാലും നൈറ്റ് ആവട്ടെ, നമുക്ക് നൈറ്റ് പോയി അടിച്ചു മാറ്റാം. ഓക്കെ ഗൈസ്, അപ്പോൾ നൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ആ വണ്ടി അടിച്ച് മാറ്റാൻ വേണ്ടി പോവാം. നമ്മുടെ വണ്ടിയൊന്നും എടുക്കണില്ല കേട്ടോ, നമ്മുടെ കയ്യിൽ വേറൊരു വണ്ടിയുണ്ട്. ഇത് ആക്ച്വലി എനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയ വണ്ടിയാണ് കേട്ടോ. അതൊരു ബ്ലാക്ക് കളറ് നമ്മുടെ ബെനലിയാണ് കേട്ടോ. ബെനലി TNT ആണ് ആക്ച്വലി നമ്മുടെ വണ്ടി. ഇത് ബ്ലാക്ക് തന്നെ എടുക്കാൻ കാരണം നൈറ്റ് അധികം ആൾക്കാരൊന്നും അറിയില്ല. ഓക്കെ നമുക്ക് എന്തായാലും ഇതെടുത്തിട്ട് പോവാം. ഈ വണ്ടി എന്തായാലും കേസ് പോയാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതേപോലത്തെ കുറേ വണ്ടി ഉണ്ട് കേട്ടോ. ഈ ഇവന്മാരൊക്കെ നിറച്ച് ബൈക്ക് ഓടിച്ച് കിടക്കണവരാണ്. നമുക്ക് വല്ലവരും ഇടിച്ചിട്ട് അങ്ങനെ എടുത്തിട്ട് പോവാം. ഇത് പിന്നെ ബ്ലാക്ക് ആയതുകൊണ്ട് ഞാൻ ഒന്ന് എടുത്ത് വെച്ചതാണ്, വല്ല ആവശ്യം വരുന്നില്ല. നമുക്ക് എന്തായാലും അവിടെ വരെ ലൈറ്റ് ഇട്ടിട്ട് പോവാം. അവിടെ എത്തുമ്പോൾ നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്യട്ടെ. ഓക്കെ നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. ഗൈസ് നമ്മളിവിടെ എത്തിയപ്പോൾ ഒരു പ്രശ്നം കണ്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ നോക്കി, ഇവിടെ എന്തോ വന്നേക്കണ്ട ഗൈസ്. ആക്ച്വലി ഗേറ്റാ മതില എന്തോ സാധനമൊക്കെ വന്നേക്കുണ്ട് കേട്ടാ. ഇതെന്തോന്നാണത്? നമുക്ക് ആ ബാക്കിലും കൂടി ചെന്ന് നോക്കാട്ടോ അവിടെ ആക്ച്വലി. ഓട് 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 ഓട്. ഇവിടെയും മതിൽ വന്നേക്കണു ഗൈസ്. ഉണ്ട് ഇവിടെ അടക്കത് വന്നേക്കാണ്. ഇത് ഞാൻ കുറേ നേരം വെടി വെച്ചൊക്കെ നോക്കിയിട്ട്, പക്ഷെ ഇത് ഉള്ളിൽ ഒരിക്കലും കയറാൻ പറ്റുന്നില്ല. ഇതിപ്പോൾ ഏത് വഴി കയറണ്ടേന്ന് എനിക്കൊരു പിടി കിട്ടണില്ല ചേട്ടാ. ഓക്കെ ഒരു മിനിറ്റ്, ഞാൻ എന്താ അവിടെ കണ്ട പോലെ ഒന്ന് ബാക്ക് പോയി ഗൈസ്. ഇവിടെ ഒരു വഴി, ഇതിൽ കൂടെ നമുക്ക് ഇതാക്കി അഴഞ്ഞ് കയറാട്ടാ. ഓക്കെ ഇതെനിക്ക് തോന്നുന്നത് ആള് കയറാൻ വേണ്ടി ഇട്ടേക്കുന്നതാണ്. പതുക്കെ ഇതെന്തിട്ട് ഗൈസ് മതിൽ പറ്റിപ്പ് മതിൽ ഗൈസ് ഇവിടെ വെച്ചേക്കണു. ആള് പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വെച്ചേക്കുന്നത് ഈ മതിൽ. കണ്ട നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇതിൽ കൂടെ കയറാൻ പറ്റുമോ? ഇല്ലല്ലോ ഗൈസ്. അപ്പം അവിടെ മാത്രമേ ഉള്ളൂ, കണ്ട ഇവിടെ മാത്രമേ ഉള്ളൂ. ഇവിടെ മാത്രമേ ഉള്ളൂ നമുക്ക്, കണ്ട ഇതിൽ കൂടെ ഇങ്ങനെ കയറാം. അപ്പം ഇപ്പുറത്തും ഉണ്ട് ഗൈസ് പറ്റിപ്പ് മതിൽ. ഇപ്പുറത്തും ഉണ്ട്. ഇവിടെ മതിൽ വെച്ച് അടച്ചേക്കാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇയാൾക്ക് ഇടയ്ക്ക് വന്ന് കയറാൻ വേണ്ടിയിട്ടായിരിക്കും. കാരണം ഇവിടെ ഇങ്ങനെ വണ്ടികളൊക്കെ കിടക്കില്ല, അപ്പോൾ ഇടയ്ക്കൊക്കെ വന്ന് കയറി നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ. ദേ കിടക്കുന്ന കേസ് നമ്മുടെ ബുഗാട്ടി. ഇതിപ്പോൾ എങ്ങനെയൊന്നും എടുത്തിട്ട് പോകാം. നമുക്ക് ആ ഇൻവിസിബിൾ ബോളിൽ കൂടെ കൊണ്ടുപോകാൻ പറ്റും നോക്കാം. നമുക്ക് എന്തായാലും കേസ് വണ്ടിയിലൊന്ന് കയറട്ടെ കേട്ടോ. ഓക്കെ കയറി ഗൈസ്. വണ്ടി ലോക്കാണ്, വണ്ടി ലോക്കാ, എല്ലാ വണ്ടിയും ലോക്കാ ഗൈസ്. ഈ വണ്ടി ലോക്കാണ് കേട്ടോ. നമുക്ക് അപ്പുറത്തെ വണ്ടിയൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഈ വണ്ടി ലോക്കാ. അപ്പോൾ ആ ലാംബോർഗിനിയോ അത് ലോക്കാ ഗൈസ്. ഇതും ലോക്കാ, എല്ലാ വണ്ടിയും ലോക്കാ. പിന്നെ താക്കോൽ എവിടെയായിരിക്കും? താക്കോൽ മുകളിലുണ്ടായിരിക്കും ചിലപ്പോൾ. നമുക്ക് മുകളിൽ എന്തായാലും ഒന്ന് പോയി നോക്കിയിട്ട് വരാം. അവിടെ ആയിരിക്കും ഗൈസ് ഒരു ഓഫീസ്. അല്ലെങ്കിൽ നമുക്ക് മുകളിലൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം കേട്ടോ ഗൈസ്. മുകളിൽ ഒരു ഓഫീസും ഇല്ല, ഒരു താക്കോലും ഇല്ല. മുകളിൽ താക്കോലൊരു പൊടി പോലും ഇല്ല ഗൈസ്. അവിടെ ഒന്നുമില്ല കേട്ടോ. നമുക്ക് ഇതിപ്പോൾ എന്തിട്ട് ഇവിടെ ഇവിടെ ഒരു താക്കോല് എല്ലായിടത്തുണ്ട്. താക്കോല് ഇവിടെ എല്ലായിടത്തും നോക്കാം കേട്ടോ. വാട്ട് ഗൈസ് എന്തൊക്കെ കാണണം അവിടെ? എന്തോ ട്രാപ്പ് ഡോറ് പോലെ കേട്ടാ. അണ്ടർഗ്രൗണ്ടാ ഗൈസ്, അണ്ടർഗ്രൗണ്ട് ബേസ് ഗൈസ്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, അതിലേക്ക് ഒന്ന് ഇറങ്ങാൻ പറ്റും നോക്കി നോക്കാം കേട്ടാ ഗൈസ്. നമ്മൾ ഇതിൻ്റെ അടിയിലെത്തിയപ്പോൾ ഉണ്ടല്ലോ ഇതേ കിടക്കണം ഗൈസ്. ഇവിടെ ഒരു ഇതൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ, താക്കോലുകളൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ ഒരു റിമോട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ റിമോട്ട് ഒന്ന് എടുക്കാം. എന്തിൻ്റെ റിമോട്ടാണാവോ? ഓക്കെ നമുക്ക് എന്തായാലും ആ റിമോട്ട് ഒന്ന് എടുക്കാം കേട്ടോ ഗൈസ്. നമ്മളങ്ങനെ എല്ലാം എടുത്തിട്ടുണ്ട്. ഈ റിമോട്ടിൽ എന്തൊക്കെ ബട്ടൺ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ബട്ടൺ എന്തൊക്കെ പിടിച്ചൊന്ന് ഞെക്കി നോക്കാം.
ഓക്കെ ഗൈസ് നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ റിമോട്ടിലെ ബട്ടൺ പിടിച്ച് നിൽക്കണ്ടെന്ന് തോന്നുന്നുണ്ട് നമ്മളിവിടുത്തെ അതൊക്കെ പോയി ഗൈസ് ആ വോൾസൊക്കെ പോയിട്ട്. ഓക്കെ നമുക്ക് ഇനി ഗൈസ് ഈ വണ്ടിയിലൊക്കെ കയറാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. അയ്യോ വണ്ടിയിൽ നിന്ന് ഇടിക്കല്ലേ. ഇനി ഈ വണ്ടിയിൽ നിന്ന് കയറാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. ഗൈസ് നമ്മൾ വണ്ടിയിൽ കയറി ഗൈസ് ബുഗാട്ടിയിൽ അത് ഐക്കോണിക് കളറിലുള്ള ബുഗാട്ടിയിൽ നമ്മൾ കയറിയൊക്കെ കണ്ടിട്ട്. ഓ എൻ്റെ ആ ലുക്ക് നോക്കി എൻ്റെ ഇൻറ്റീരിയർ ഉണ്ട് ഗൈസ്. ഏതാ സാധനം കിണ്ണ് വണ്ടി തന്നെ ഗൈസ്. നമുക്ക് എന്തായാലും ഇതിപ്പോൾ അതൊക്കെ പുറത്തേക്ക് ഇറങ്ങാട്ടെ ഇതിൽ കൂടെ. നമ്മളങ്ങനെ ഇതിൽ കൂടെ പുറത്തേക്ക് അയ്യോ ഇടിക്കല്ലേ. ആ ഇത് കൺട്രോൾ നല്ല സ്പീഡുണ്ട് ഈ വണ്ടിക്ക്. ഓക്കെ നമുക്ക് എന്തായാലും അതൊക്കെ പോവാം. ഒരു ചേട്ടൻ അവിടെ നടന്നു പോകണ്ട ചേട്ടൻ ഒന്നും കണ്ടില്ല എന്ന് വിചാരിക്കണം ഗൈസ്. നമ്മൾ പിന്നെ വണ്ടിയുടെ ഉള്ളതുകൊണ്ട് നമ്മൾ ആരാന്നൊന്നും അറിയില്ല കേട്ടോ ഗൈസ്. നമുക്ക് എന്തായാലും വേഗം തന്നെ നമ്മുടെ വീട്ടിലേക്ക് പോകാം. അയ്യോ ആ റോഡ് എടുക്കാമായിരുന്നു ഗൈസ്. ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്, നമുക്ക് ഈ റോഡിൽ കൂടെ പോവാം. ഓക്കെ എന്നാലും ഒരു രക്ഷയില്ലേ ഗൈസ് വണ്ടി. വേണ്ട വണ്ടി ഗൈസ് നമ്മുടെ ബുഗാട്ടി. നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ ഗൈസ്. ഫൈനലി നമ്മളങ്ങനെ വീടെത്തേക്ക് കണ്ടോ. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഈ വണ്ടി നമ്മൾ എവിടെ കൊണ്ടുവന്നിടും എന്ന് എനിക്കൊരു പിടിയില്ല. നമുക്ക് തൽക്കാലം ഇപ്പോൾ ഈ വണ്ടി ഇവിടെ ഒന്ന് കിടക്കട്ടെ. നമുക്ക് മറ്റേ 2 കൂടി എടുത്തിട്ട് വരാം കേട്ടോ എന്തായാലും. ഗൈസ് നമ്മൾ മസ്താങ് കൂടി എടുത്തു വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മറ്റേ വണ്ടി കൂടി എടുത്തിട്ട് വരാം, നമ്മുടെ ലംബോർഗിനി. ആക്ച്വലി അത് എടുക്കണം ഗൈസ്. എന്തായാലും എടുത്തിട്ട് വരാം. നമുക്ക് എന്നിട്ട് ഈ മസ്താങ്ങും അതും കൂടി വിൽക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് വല്ല പൈസ ഉണ്ടാക്കാം ഗൈസ്. നമുക്ക് എന്തായാലും അതും കൂടി ഒന്ന് പോയി എടുത്തിട്ട് വരാം ഗൈസ്. നമ്മളങ്ങനെ ഈ വണ്ടി കൂടി എടുത്തിട്ട് വന്ന് ഇതെവിടെ പെടുകയാണ്. തൽക്കാലം ഇപ്പോൾ നടക്കട്ടെ. നമുക്ക് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് എടുത്തിടാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ 2 വണ്ടിയും വിൽക്കാൻ പോവുകയാണ്. എന്നിട്ട് നമ്മുടെ ബുഗാട്ടി ഉണ്ടെന്ന് ഗൈസ് നമ്മുടെ കയ്യിൽ വയ്ക്കാൻ വേണ്ടി പോകുന്നത്. ഈ ബുഗാട്ടി നല്ല രസം കേട്ടോ ഗൈസ് കാണാൻ ഈ ബുഗാട്ടി. അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്നു ചേട്ടൻ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഗൈസ് നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ ഗൈസ് വീഡിയോ കാണാൻ എല്ലാ കൂടുതൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഗൈസ് വീഡിയോ കാണാൻ നമ്മുടെ റോഡ് 300 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതേപോലത്തെ കിടുക്കം വീഡിയോസ് എടുക്കാൻ നോക്കുന്നതായിരിക്കും. ബൈ ഗൈസ്.